നമസ്കാരം, ഹായ്, ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മൈ ട്വിൻ ഫ്ലെയിം യാത്ര. എൻ്റെ വിത്ത് ബിജ്ലി. ഹോപ്പ് നിങ്ങളെല്ലാവരും ട്വിൻ ഫ്ലെയിം ജേർണി ഡിവൈൻ്റെ ഗൈഡൻസോടുകൂടി ഗിവ് അപ്പ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ വിശ്വസിക്കുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ ലവ് ആൻഡ് സപ്പോർട്ട്, ഫോർ യുവർ സബ്സ്ക്രിപ്ഷൻ, ഫോർ യുവർ ലൈക്സ്, ഫോർ യുവർ കമൻറ്റ്സ്, ഫോർ യുവർ ഷെയർസ്. താങ്ക് യു. ഞാൻ എന്നോടൊപ്പം തുടർന്നുകൊണ്ടിരിക്കുന്നതിൽ എൻ്റെ ഒരു എന്താ പറയുക, താങ്ക് യു സോ മച്ച്. വേറെ ഒന്നുമില്ല പറയാൻ. സോ ഇന്നത്തെ ടോപ്പിക് ഞാൻ കുറേ നേരം ആലോചിച്ചു എന്താ ചെയ്യേണ്ടത്. പിന്നെ ഞാൻ ആലോചിച്ച ദൈവം എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് അത് പറയട്ടെ. സോ എനിക്ക് വന്ന ഗൈഡൻസ് ടു ഒന്നുകൂടെ ടോക്ക് അബൌട്ട് സെൽഫ് ലവ്. യെസ്, സെൽഫ് ലവിനെ പറ്റി മുന്നേ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങളോട് ഞാൻ വീണ്ടും ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങളുടെ എന്താണ് നിങ്ങൾ സെൽഫ് ലവ് അല്ലെങ്കിൽ അവനവനെ പ്രണയിക്കുക എന്നൊരു കോൺസെപ്റ്റ് കൊണ്ട് സെൽഫ് ലവിനെ കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത്? നിങ്ങൾ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ അടിസ്ഥാനമാക്കിയിട്ടുള്ളത്? അത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക കമൻസിൽ. ഐ ലവ് ടു റീഡ് ഇറ്റ്. എനിക്കത് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, സെൽഫ് ലവ് ഈസ് ദ കീ ടു യുവർ ഹാർമോണിയസ് ട്വിൻ ഫ്ലെയിം യൂണിയൻ. സെൽഫ് ലവ് ആണ് നിങ്ങളുടെ യൂണിയൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ താക്കോല് തന്നെയുണ്ട്. നിങ്ങൾക്കത് ഓർമ്മയുണ്ടോ എന്തോ? സോ എങ്ങനെയാണ് സെൽഫ് ലവ് ഈസ് ദ കീ? സെൽഫ് ലവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൈക്ക് നമുക്കിഷ്ടപ്പെട്ട മൂവി കാണുന്നതോ, നമുക്കിഷ്ടപ്പെട്ട ഡ്രസ്സ്, അല്ലെങ്കിൽ നമുക്കിഷ്ടപ്പെട്ട രീതിയിൽ ഹെയർ സ്റ്റൈൽ, അല്ലെങ്കിൽ നമ്മളിഷ്ടപ്പെട്ട രീതിയിൽ നടക്കുന്നതോ ജീവിക്കുന്നതോ ഒന്നുമല്ല. യെസ്, അതൊക്കെ ഒരു സെൽഫ് ലവിൻ്റെ പുറമേ ഉള്ള വേർഷനാണ്. യെസ്, നമുക്കിഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ വെക്കേഷന് പോവുക, ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുക, നമുക്കിഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുക. യെസ്, സെൽഫ് ലവിൻ്റെ ഒരു പാർട്ട് തന്നെയാണ്. പക്ഷേ ആക്ച്വലി അതാണോ സെൽഫ് ലവ് എന്ന് ചോദിച്ചാൽ അല്ല. അതൊരു മീൻസ് മോളത്തൊരു തട്ട് മാത്രമേ വരുന്നുള്ളൂ. സെൽഫ് ലവ് എന്ന് വെച്ചാൽ ഒരു ഡീപ്പ് കോൺസെപ്റ്റാണ്, ഒരു ഡീപ്പ് അല്ലേ. സോ സെൽഫ് ലവ് ഞാൻ മനസ്സിലാക്കിയ എൻ്റെ ലൈഫിലൂടെ ലൈക്ക് നമുക്കത് ഏറ്റവും എളുപ്പവുമാണ്, എന്നാൽ അത് ഏറ്റവും പാടുമാണ്. അതിൻ്റെ ഒരു ട്രിക്ക് ഇങ്ങനെയാണ്. ഏറ്റവും ഈസിയാണ് അല്ലേ, വേറെ ആരെയും സ്നേഹിക്കേണ്ട ആവശ്യമില്ല. ആരെയാണ് സ്നേഹിക്കേണ്ടത്? ഇവിടെ നമ്മളെ തന്നെയാണ് സ്നേഹിക്കേണ്ടത്. ഓക്കെ, സോ ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഈസിയസ്റ്റ് തിങ്. ആൻഡ് ഇവിടെയാണ് മോസ്റ്റ് ഡിഫിക്കൾട്ട് തിങ്. ബിക്കോസ് നമ്മളെ ആരും സെൽഫിനെ എങ്ങനെ പ്രണയിക്കാമെന്നും ആരും പഠിപ്പിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? സോ സെൽഫ് ലവ് നമുക്കൊരു ട്രിക്കി സാധനമാണ്. നമ്മൾ എന്തെങ്കിലും സെൽഫിന് വേണ്ടി ചെയ്യുമ്പോൾ ഉടനെ നമുക്ക് ഗിൽട്ട് ഉണ്ടാവും. ലൈക്ക് ഈശ്വരൻ, ഞാൻ സെൽഫിഷാണോ? എനിക്ക് വേണ്ടി ഞാൻ ഇന്ന കാര്യം ചെയ്ത്, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഇത്ര സമയം ഞാൻ മാറ്റിവെച്ച്, അയ്യോ എൻ്റെ കുട്ടികൾ, അയ്യോ എൻ്റെ ഹസ്ബൻഡ്, അയ്യോ എൻ്റെ വൈഫ്, അയ്യോ എൻ്റെ പാരൻസ്, അയ്യോ എൻ്റെ ഫ്രണ്ട്സ്. സോ നമുക്ക് ഹൗ യു ഫീൽ, നിങ്ങളുടെ ഈശ്വരൻ എല്ലാവർക്കും ഒരുപോലെ ഈക്വലി ആയിട്ട് തന്നിട്ടുള്ള ഒരു കാര്യം എന്താണെന്നറിയോ? അതാണ് സമയം. എല്ലാവർക്കും ഈക്വലിയാണ്. ഇറ്റ്സ് ഡിപ്പെൻഡ് ഓൺ അസ്. നമ്മളുടെ ഒരു എന്താ പറയുക, ഇറ്റ്സ് അപ് ടു അസ്. നമ്മുടെ ഉത്തരവാദിത്തമാണ് ആ 24 മണിക്കൂറിന് എങ്ങനെ നമ്മൾ ചെലവഴിക്കുന്നു എന്നുള്ളത്. മനസ്സിലായില്ലേ? സോ ഞാൻ നിങ്ങളോട് അതാണ് ചോദിക്കുന്നത്. ഈ 24 മണിക്കൂറിൽ നിങ്ങൾക്ക് എത്ര സമയമാണ് കൊടുക്കുന്നത്? നിങ്ങളോടൊപ്പം നിങ്ങൾ എത്ര മണിക്കൂർ അല്ലെങ്കിൽ എത്ര സെക്കൻഡ്സ് നിങ്ങളോടൊപ്പം ചെലവ് ചെയ്യാറുണ്ട്? ഞാൻ നിങ്ങളോടൊപ്പം ഇരിക്കാൻ പറയുന്നത് എന്ന് ഉദ്ദേശിക്കുന്നത് വിത്ത് യുവർ ഫോൺ, അല്ലെങ്കിൽ പാട്ട് കേട്ടുകൊണ്ടോ, അല്ലെങ്കിൽ ഡ്രോയിങ് ചെയ്തുകൊണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്രിയേറ്റീവ് ആർട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴുള്ള സെൽഫ് ടൈം അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ മൊബൈൽ ഫോൺ ഇല്ലാതെ, നോട്ട്ബുക്സ് വായിക്കാനുള്ള പുസ്തകങ്ങളൊന്നും ഇല്ലാതെ, TV ഇല്ലാണ്ട്, പാട്ട് കേൾക്കാണ്ട് വെറുതെ നിങ്ങളോടൊപ്പം ഇരുന്നിട്ടുണ്ടോ? നിങ്ങൾ എന്ന മഹത് വ്യക്തിനെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇപ്പം നിങ്ങളോട് ഞാൻ ചോദിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ, അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസിൻ്റെ, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്നേഴ്സിൻ്റെ, ഇപ്പം നിങ്ങൾ മാരീഡ് ആണെങ്കിൽ നിങ്ങളോട് ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ ചോദിക്കുക, ഫേവറേറ്റ് കളർ, ഫേവറേറ്റ് കാര്യങ്ങൾ, ഫേവറേറ്റ് ഭക്ഷണം, ഫേവറേറ്റ് ആയിട്ട് എന്തൊക്കെയാണ് നിങ്ങൾ അഡ്വഞ്ചേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയും. പക്ഷേ ഞാൻ നിങ്ങളോട് ചോദിക്കുക, നിങ്ങളുടെ ഫേവറേറ്റ് കാര്യം എന്തായിരുന്നു ചോദിച്ചാൽ പല സ്ത്രീകൾക്കും അതിൻ്റെ ഉത്തരം കാണത്തില്ല. എസ്പെഷ്യലി മാരീഡ് ആയിട്ടുള്ള സ്ത്രീകൾക്ക്. ബിക്കോസ് അവരത് മറന്നേ പോകും.
അവരെന്ന വ്യക്തിത്വത്തെ മൊത്തത്തിൽ ഇല്ലാതാക്കിയാണ് അവരുടെ ഹസ്ബൻഡിൻ്റെ ഫാമിലിക്കും കുട്ടികൾക്കും എല്ലാവർക്കും വേണ്ടി ചെയ്യുന്നത്. ആൻഡ് സംഹൗ അവർ ഫൊർഗേട്ടായിപ്പോയി എന്താണ് അവർക്ക് ഇഷ്ടപ്പെട്ടത്, എന്താണ് അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ. ആൻഡ് അത് തന്നെയാണ് മാരീഡ് ആയിട്ടുള്ള മീൻസ് മാസ്കുലിൻസിൻ്റെ അവസ്ഥ. അവരും മറന്നുപോയി അവർക്ക് ഇഷ്ടപ്പെട്ട, അവർക്ക് ഓർമ്മയാണ് അവരുടെ ഭാര്യയ്ക്ക് ഇന്നതാണ് ഇഷ്ടം, മക്കൾക്ക് ഇന്നതാണ് ഇഷ്ടം, അച്ഛനും അമ്മയ്ക്ക് ഇന്നമുള്ള കാര്യങ്ങളാണ് ഇഷ്ടം എന്നുള്ളത് അവരും ഓർക്കും. അവർ മറന്നുപോയി എന്താണ് ആക്ച്വലി അവരെന്ന സത്യത്തെ. ഇനി ഒരുപാട് പ്രാരാബ്ധത്തിനിടയിൽ വളർന്ന ഒരു പെൺകുട്ടി ആൺകുട്ടി ആണെങ്കിൽ പോലും അവരവരുടെ പേരൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് അല്ലെങ്കിൽ ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് അവരെവിടെയോ അവരുടെ അസ്തിത്വം എന്തെന്ന് തന്നെ മറന്നുപോയി. അവർക്ക് ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് തന്നെ അവർ മറന്നുപോയി. അങ്ങനെയാണ് നമ്മളൊരു കോഡിപ്പെൻഡൻസി റിലേഷൻഷിപ്പിലാണ് നമ്മളെ ഇത്രയും കാലം നമ്മുടെ ഒരു സൊസൈറ്റി അല്ലെങ്കിൽ പേരൻസ് നമ്മളെ വളർത്തിയത്. ഓക്കെ, സോ നമ്മൾ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ വരുമ്പോൾ ഈ ഒരു കോഡിപ്പെൻഡൻസി റിലേഷൻഷിപ്പ് ബാക്കി എല്ലായിടവും എന്താ പറയുക, അത് എല്ലായിടവും വർക്കൗട്ട് ആകും. പക്ഷേ നിങ്ങൾ ട്വിൻ ഫ്ലെയിമിൻ്റെ അടുത്ത് കോഡിപ്പെൻഡൻസി റിലേഷൻഷിപ്പ് വർക്കാവില്ല. കോഡിപ്പെൻഡൻസി എപ്പോൾ വരുന്നു, നിങ്ങൾ ട്വിൻ ഫ്ലെയിം സ്ട്രിക്റ്റ് ഒരു ബൗണ്ടറി വെക്കും. പറയും ഞാൻ നിൻ്റെ സോഴ്സ് അല്ല. കോഡിപ്പെൻഡൻ്റ് ആവാനാണെങ്കിൽ നിങ്ങൾ ഡിവൈൻ മാസ്കുലിൻ പറയും എൻ്റെ പൊന്നുമോളെ ലൈൻ വരച്ച് തിരിച്ചു വെക്കും. കാരണം എൻ്റെ ഭാഗത്തുനിന്ന് ലോട്ട്സ് ഓഫ് ട്രിഗർ ആയിരിക്കും നിനക്ക് വരാൻ പോകുന്നത്. അല്ലാതെ നീ ആഗ്രഹിക്കുന്ന സ്നേഹമോ കരുതലൊന്നും എൻ്റെ അടുത്ത് ഉണ്ടാവത്തില്ല എന്ന് നിങ്ങൾ ഡിവൈൻ മാസ്കുലിൻ ഫെമിനൻസിനോട് പറയും. ഇനി നിങ്ങളുടെ ഫെമിനനാണ് എങ്കിൽ നിങ്ങൾ ഡിവൈൻ മാസ്കുലിൻസ് വളരെ കാര്യത്തിൽ കോഡിപ്പെൻഡൻസിയിലേക്ക് പോകുവാണെങ്കിൽ നിങ്ങളുടെ ഫെമിനൻ പറയും മോനെ സ്ഥലം വിട്ടുള്ളൂ, ഇതാൾ വേറെയാണ്, നമുക്ക് കോഡിപ്പെൻഡൻ്റ് ആവാൻ പൊന്നുമോൻ ഇങ്ങോട്ട് വരണ്ടാന്ന് നിങ്ങളുടെ ഫെമിനനും കട്ടയ്ക്ക് നിൽക്കും. സോ ഇറ്റ് വിൽ ട്രിഗർ യു. മനസ്സിലായില്ലേ? നിങ്ങൾ ട്വിൻ ഫ്ലെയിം ബിക്കോസ് നിങ്ങൾ ട്വിൻ ഫ്ലെയിമിൻ്റെ ഫസ്റ്റ് ധർമ്മം ബിക്കോസ് അവർ നിങ്ങൾ കാരണം ആദ്യത്തെ ടൈം ഓഫ് പീരീഡിൽ ലൈക്ക് ബബിൾ ഫേസ് എന്നൊക്കെ പറയുമ്പോൾ വളരെ സ്നേഹവും റൊമാൻറ്റിക് ലവ് ഇൻറ്റിമസി ഫിസിക്കൽ അട്രാക്ഷൻ എവറിത്തിങ് വരും. സോ അതിൽ നിന്ന് സഡൻലി നിങ്ങൾ ട്വിൻ ഫ്ലെയിമിന് അവർ റിമംബറൻസ് വരാൻസ് ബിക്കോസ് ദേ ആർ യുവർ അൾട്ടിമേറ്റ് ഗുരു. അവരെങ്കിൽ അൾട്ടിമേറ്റ് ഗുരുവാണ്. ഇങ്ങനെ ഇരുന്നാൽ പോരാ. നിങ്ങൾ ട്വിൻ ഫ്ലെയിമിനപ്പോൾ ഓർമ്മ വരുവാണ്, യെസ് ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ഞങ്ങളുടെ ദൗത്യം എന്താണ്, ഹാർമോണിയസ് യൂണിയനിൽ വരണം, ഈ ഒരു ജന്മം ഞങ്ങൾ ഒന്നായി തീരണം. സോ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പറ്റത്തില്ല, രണ്ടുപേരും അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെ കാര്യം ആശ തീർക്കും. സോ നിങ്ങൾ ട്വിൻ ഫ്ലെയിം വിചാരിക്കും നോ. അപ്പോൾ അവരുടെ ഗുരുധർമ്മത്തിലേക്ക് അവർ പെട്ടെന്ന് തന്നെ അവരുടെ ഒരു റോളിനെ സ്വൈപ്പ് ചെയ്ത് അവർ ഗുരുവായി മാറും. നിങ്ങൾ ട്രിഗർ ചെയ്യാൻ തുടങ്ങും. ബിക്കോസ് സെൽഫ് ലവിൻ്റെ അറ്റ്മോസ്റ്റ് നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ ട്വിൻ ഫ്ലെയിമാണ്. അവർ നമ്മളെ അറ്റ് ദ ഹെൽ നരകതുല്യം നിങ്ങളെ അപ്സെറ്റ് ചെയ്യുകയും ട്രിഗർ ചെയ്യുകയും ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾക്ക് തോന്നും വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഉണ്ടല്ലോ ഞാൻ ഇട്ടിട്ട് പോയേനെ. പക്ഷേ ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ല. ബിക്കോസ് അവർ സോൾ ലവ്സ് ഹിം അല്ലെങ്കിൽ യുവർ സോൾ ലവ്സ് ഹെർ. മനസ്സിലായില്ലേ? സോ ദർ ഈസ് നോ ചാൻസ്. ഹീലിംഗ് അല്ലാതെ വേറെ ഒരു ചാൻസ് ഇല്ല. സോ സെൽഫ് ലവ് നമ്മൾ എപ്പോഴെങ്കിലും കുഞ്ഞുനാളിൽ നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കാര്യം നിങ്ങൾ പേരൻസിനോട് പറയുമ്പോൾ അല്ലെങ്കിൽ ടീച്ചേഴ്സിനോട് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ബൗണ്ടറിയെ പറ്റി പറയുമ്പോൾ നിങ്ങൾ നോ എന്ന് ഉറക്കെ പറയുമ്പോൾ നിങ്ങളുടെ പേരൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സ് സൊസൈറ്റി എല്ലാം കൂടെ നമ്മുടെ വോയിസിനെ അടിച്ചമർത്തും. എന്നിട്ട് പറയും നീ സെൽഫിഷാണ്, നീ നിൻ്റെ സിബ്ലിങ്സിനെ പറ്റി അല്ലെങ്കിൽ നിനക്ക് 2 ഇളയ പിള്ളേരുണ്ടെന്ന് നീ ഓർത്തില്ല, നിനക്ക് അവരോട് ചിലപ്പോൾ ചില കുട്ടികൾക്ക് ഷെയർ ചെയ്യാൻ താല്പര്യം കാണത്തില്ല. അപ്പോൾ നമ്മുടെ പേരൻസ് എന്താ പറഞ്ഞാൽ ഇല്ല നീ ഷെയർ ചെയ്യും, നിർബന്ധിച്ച് ടോയ്സിനെ ഷെയർ ചെയ്യും. ഇപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ചില കുട്ടികൾ കരയുമ്പോൾ ടോയ്സ് നിർബന്ധിച്ച് ഷെയർ ചെയ്യിപ്പിക്കുന്നത്. എനിക്കത് തീരെ ഇഷ്ടമില്ല. കാരണം ആസ് എ കിഡ് എനിക്കിഷ്ടമുണ്ടായിരുന്നില്ല എൻ്റെ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാൻ. അതൊരു സെൽഫിഷ്നെസ് അല്ല, അതതിൻ്റെ ബൗണ്ടറിയാണ്. കുട്ടികൾക്ക് താല്പര്യം വരുമ്പോൾ അവർ ഓട്ടോമാറ്റിക് ഷെയർ ചെയ്യും. കാരണം ഷെയറിങ് എന്നൊരു മനോഭാവം ഹ്യൂമൻ ബീങ്സ് ഉള്ളതാണ്. ചെറിയ കുട്ടികൾക്ക് ആ ഒരു ലെവലിലേക്ക് അവരുടെ ഇമോഷൻ വളർന്നിട്ടില്ല. സോ ആ ഒരു ടോയ് എന്ന് പറയുമ്പോൾ ആ ഒരു കുട്ടീൻ്റെ അതിൻ്റെ ഒരു ബോഡിയുടെ പാർട്ടായിട്ടാണ് ചെറിയ കുട്ടികൾ ഇത് കാണുന്നത്. അപ്പോൾ നമ്മൾ ഫോഴ്സ്ഫുള്ളി അതിനെ കൊണ്ട് ഷെയർ ചെയ്യിപ്പിക്കുമ്പോൾ ആ കുട്ടിക്ക് അതിൻ്റെ ഉള്ളിൽ
ഉണ്ടാവുന്ന ഒരു ഒരു വിഷമം അല്ലെങ്കിൽ ട്രോമ തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും. സോ ഇത് നമ്മുടെ പേരൻസ് മനസ്സിലാക്കുന്നില്ല. സോ പ്ലീസ്, അതുകൊണ്ടാണ് പറയുന്നത് ചെറിയ കുട്ടികൾക്ക് ഹ്യൂമൻ ബീങ്സുള്ള നേച്ചറാണ് ഷെയറിങ്. അപ്പോൾ കുട്ടികളൊരു ടൈം ഓഫ് പീരീഡ് കഴിയുമ്പോൾ അവർ തന്നെ അത് ഷെയർ ചെയ്യും. അവർ തന്നെ സ്വയം ഷെയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ് വളരെ കൂടുതലാണ്. അപ്പോൾ അവരിലേക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാകും. അവർക്ക് മനസ്സിലാവും എൻ്റെ വാക്കിനും വിലയുണ്ട്, എൻ്റെ നോയ്ക്കും വിലയുണ്ട്, മനസ്സിലാവും. ഒരു സെൽഫ് എസ്റ്റീം അവരുടെ കൂടും. പക്ഷെ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ തന്നെ നമ്മളെ കൊണ്ട് ഫോഴ്സ്ഫുള്ളി ആൾക്കാരെ നമുക്ക് ഇഷ്ടമില്ലാത്ത റിലേറ്റീവ്സ് വരുവാണെങ്കിൽ മാമനോട് ടാറ്റ കൊടുക്കും, ആൻറ്റിക്ക് ഒരു ഉമ്മ കൊടുക്കും, അങ്കിളിനൊരു പാട്ട് പാടിക്കൊടുക്കും, ആൻറ്റിക്ക് ഒരു ഡാൻസ് കളിച്ച് കൊടുക്കൂ, ലൈക്ക് പെപ്പട്ട് അവർ പറയുന്നു, നമ്മൾ ഡാൻസ് ചെയ്യുന്നു. ചില കുട്ടികൾക്ക് അത് ഇഷ്ടമായിരിക്കും, പക്ഷെ എല്ലാ കുട്ടികൾക്കും അങ്ങനെയല്ല. സോ ഇതൊക്കെ നമുക്ക് പുറമേൽ നമ്മുടെ ഉള്ളിൽ നമ്മൾ പോലും അറിയാത്ത വൂൺസ് ക്രിയേറ്റ് ചെയ്യും. ദാറ്റ് വി ആർ നോട്ട് ഗുഡ് ഇനഫ്, പിന്നെ എന്താ പറയുക, എൻ്റെ കാര്യങ്ങളാരും കേൾക്കുന്നില്ല, സോ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടും കാര്യമില്ല. അങ്ങനെ മെല്ലെ മെല്ലെ കുട്ടികൾ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ സപ്രസ് ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ ഒരു കുട്ടിക്കാലവും. നിങ്ങൾ ഓർക്കുക, നിങ്ങളിൽ എത്ര പേർക്ക് ഇതുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഇങ്ങനെ തന്നെയാണ്. പിന്നെ എനിക്ക് ചുറ്റുമുള്ള എൻ്റെ ഫ്രണ്ട് സർക്കിളിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഏകദേശം ട്വിൻ ഫ്ലെയിം ജേർണിയിലുള്ള ഏകദേശം എല്ലാവർക്കും ഇങ്ങനെ ഒരു അനുഭവമാണ്. കാരണം സ്പിരിച്വൽ ജേർണിയിൽ അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം ജേർണിയിലേക്ക് വന്നവർക്ക് മാത്രമേ അവർ ഇമോഷനിലെ പറ്റിയ ഒരു അവെയർനെസ് ഉള്ളൂ. അല്ലാത്ത പക്ഷം ആൾക്കാർ അത് നോർമലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബിക്കോസ് ദേ ആർ നോട്ട് അവെയർ. അവർക്ക് തന്നെ അറിയില്ല അവരെന്താണ് ചെയ്യുന്നത്. സോ നമ്മൾ അവരെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ സമയമാകുമ്പോൾ അവർക്ക് മനസ്സിലായിക്കോളും. നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുക. സോ സെൽഫ് ലവ് ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു സെൽഫ് ലവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ഇമോഷനെ നമ്മൾ വീണ്ടും കണക്ട് ചെയ്യണം. ബിക്കോസ് സംഹൗ നമ്മുടെ ആ കുഞ്ഞുനാളിലത്തെ ചില ട്രോമാസ് കാണും. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു എക്സ്പീരിയൻസ് നമ്മൾ പറഞ്ഞപ്പോൾ കുട്ടികളിൽ ഉണ്ടാവുന്ന ആ ഒരു ഐഡൻറ്റിറ്റി, അവരുടെ ഒരു ഐഡൻറ്റിറ്റിയായി അവർ അത് വിചാരിച്ചു. ബിക്കോസ് സോൾ ലെവലിൽ അവരെങ്ങനെയായിരുന്നു, ചെറിയ കുട്ടികളെ നിങ്ങൾ കണ്ടിട്ടില്ലേ, കുഞ്ഞുങ്ങൾക്ക് വളരെ ധൈര്യത്തോടാണ്, അവർക്ക് ഷൈനസ് അല്ലെങ്കിൽ ഒന്നുമില്ല, അവർ വളരെ കോൺഫിഡൻ്റ് ആണ്, അവർ നോ പറയും, അവർക്ക് താല്പര്യമില്ലെങ്കിൽ അവർ ആ തരത്തിൽ തന്നെ റിയാക്ട് ചെയ്യും. പക്ഷെ സംഭവം നമ്മുടെ പേരൻസ് അതിനെ നമ്മൾ അടിച്ചമർത്തി, ഇല്ല ഇങ്ങനെയാണോ കുട്ടികൾ, അങ്ങനെയല്ല പഠിക്കുന്നത്. നമ്മുടെ പേരൻസ് ഒന്ന് കണ്ണ് കാണിക്കുമ്പോൾ നമ്മൾ ദേഷ്യപ്പെട്ട് ഓക്കെ ഇനി. സോ നമ്മുടെ പേരൻസിൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷനൊക്കെ അറിഞ്ഞ്, എൻ്റെ ചെറുപ്പത്തിലെ കാര്യം പറയുക, ഞാൻ എൻ്റെ അമ്മയുടെ ഫേഷ്യൽ എക്സ്പ്രഷനൊക്കെ റീഡ് ചെയ്തിട്ടായിരുന്നു ഞാൻ നിൽക്കുന്നത്. ബിക്കോസ് ഇറ്റ്സ് എ സർവൈവൽ മെക്കാനിസം. സോ നമ്മുടെ പേരൻസിൻ്റെ അങ്ങനെ നമ്മൾ അറിയാതെ നമ്മൾ തന്നെ ഒരു പീപ്പിൾ പ്ലീസിങ് നേച്ചർ ഉണ്ടാകും. സോ സെൽഫ് ലവിലേക്ക് കാരണം സെൽഫ് ലവിൻ്റെ ഒരു പോർഷൻ തന്നെയാണ് ഈ ഒരു കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നത്. ഇറ്റ്സ് എവറിത്തിങ് ഈസ് കണക്റ്റഡ് ആണ്, എല്ലാം കണക്റ്റഡ് ആണ്. സോ കാരണം നിങ്ങളുടെ ചൈൽഡ്ഹുഡിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായ ഓർമ്മ വേണം. വ്യക്തമായ ഓർമ്മ, ചിലപ്പോൾ നമ്മൾ പറയും എനിക്ക് ചൈൽഡ്ഹുഡൊന്നും ഓർമ്മയില്ല എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അർത്ഥം എവിടെയോ അവർ നമ്പൗട്ടാണ്. അവരിലുണ്ടാക്കിയ വളരെ വിഷമമുള്ള ചില സാഹചര്യങ്ങൾ അവരുടെ ചെറുപ്പകാലത്തിലേക്ക് പോകുമ്പോൾ അവർക്ക് അത്രയും സന്തോഷമുള്ള കാര്യങ്ങളായിരിക്കില്ല. അതുകൊണ്ടാണ് അവർക്കത് വിഷമം ഉണ്ടായതുകൊണ്ട് അവരുടെ ബ്രെയിൻ തന്നെ ഒരു മെക്കാനിസം കണ്ടുപിടിക്കും, ലൈക്ക് ഒന്നും ഓർമ്മ വരുന്നില്ല. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ ബ്രെയിനിലെല്ലാം മെമ്മറി സ്റ്റോർഡാണ്. നമ്മളത് ഇന്നർ വർക്കിലേക്ക് തുടങ്ങുമ്പം നമ്മുടെ ഇന്നർ വൂൺസ്, ഇന്നർ ചൈൽഡ് വളരെയധികം വളരെയധികം വൂൺസായിട്ട് നിൽക്കുന്ന ആ ഇന്നർ ചൈൽഡ് സർഫസിലേക്ക് വരും. ഇമോഷൻസൊക്കെ ഹയർ ലെവലിലേക്ക് വരും. ആ ഇമോഷനൊക്കെ നമ്മൾ ഹീൽ ചെയ്യണം. സെൽഫ് ലവിൻ്റെ അർത്ഥമാണ് അതാണ്. നമുക്ക് ഉണ്ടായിട്ടുള്ള ആങ്കർ, ദേഷ്യം, സങ്കടം, മീൻസ് നമുക്കുണ്ടായ ചതി അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുണ്ടായ വിശ്വാസം ഇല്ലായ്മ, ഈ ഒരു കാര്യങ്ങളൊക്കെ കുഞ്ഞുനാളിൽ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ നമ്മൾ പോലും അറിയാതെ നമുക്ക് തന്ന നമുക്ക് കിട്ടിയ എക്സ്പീരിയൻസ് ആണ്. ആ എക്സ്പീരിയൻസിനെ മുറുക്കെ പിടിച്ച് നമ്മുടെ ഉള്ളിലെല്ലാം ഓരോരുത്തരുടെ കുട്ടിയിലൊരു കുട്ടി ഇരിപ്പുണ്ട് പേടിച്ചിട്ട്. ഇത്രയും നാളും സ്നേഹവും കരുതലും അക്സെപ്റ്റൻസും കിട്ടാതെ ഒരു കുഞ്ഞു കുട്ടി നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ പേടിച്ചിരിപ്പുണ്ട്. അതിനെ നമ്മൾ
സെൽഫ് ലവിലൂടെ അതിനെ എംബ്രേസ് ചെയ്യും, അതിനെ പുറത്തു കൊണ്ടുവന്ന് അതിനെ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് ഒരു അച്ഛൻ അമ്മ ആയി മാറും. സോ സെൽഫ് പേരൻറ്റിങ് നമ്മൾ ചെയ്യും നമ്മൾ ആഗ്രഹിക്കുന്ന തലത്തിൽ. സോ ഈ ഒരു തലത്തിലേക്ക് നിങ്ങൾ ഉയരണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ഫാമിലിയെ പറ്റി എന്തൊക്കെ മിഥ്യാധാരണകളാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അതിനെ റിയലിസ്റ്റിക് ആയിട്ട് കൊണ്ടുവരണം. കാരണം സംഹൗ നമ്മളെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്യും. ലൈക്ക് എൻ്റെ ഫാമിലി ബെസ്റ്റാണ്, എൻ്റെ അച്ഛനും അമ്മയും ബെസ്റ്റാണ്, എൻ്റെ സിബ്ലിങ്സ് ബെസ്റ്റാണ്. പക്ഷേ ഒരു സത്യം ആയ കാര്യങ്ങളുണ്ട്. എല്ലാവർക്കും നിങ്ങളുടെ ഫാമിലി അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനും അമ്മയും ബെസ്റ്റാണെങ്കിൽ യു ആർ ലക്കി, മനസ്സിലായില്ലേ? പക്ഷേ എല്ലാവർക്കും അങ്ങനെ ഒരു ബെസ്റ്റ് അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ബെസ്റ്റ് ഒരു ഫാമിലി സർക്കംസ്റ്റാൻസസ് വരണമെന്നില്ല. ചിലർക്കൊക്കെ വീടെന്ന് പറയുമ്പോൾ വളരെ പേടി സ്വപ്നമായിരിക്കും. ചിലർക്ക് വീടെന്ന് പറയുമ്പോൾ ഭയങ്കര എന്താ പറയുക ടെൻഷനും അവർ ലൈഫിൽ പോകാൻ ആഗ്രഹിക്കാത്ത സ്ഥലം അവരുടെ വീടായിരിക്കും. ഒരുപാട് പേർക്ക് വീടെന്ന് പറയുമ്പോൾ വളരെ സേഫ് ഹോംലി ആണ്, അങ്ങനത്തെ അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട് ഈ ലോകത്ത്. വീടെന്ന് വെച്ചാൽ ഏറ്റവും ലൈക്ക് അവർ എന്ത് സംഭവിച്ചാലും വീട്ടിൽ തിരിച്ചു പോകാൻ ആഗ്രഹിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. സോ അവർക്കുള്ളതാണ് കൂടുതൽ ഈ വീഡിയോ. ബിക്കോസ് യു ആർ വർതി ഓഫ് ലവ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ നിങ്ങളുടെ പേരൻസിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയുടെ തരത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുകയാണെങ്കിൽ ഐ എം റിയലി സോറി. ലൈക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ പേരൻസിനാൽ അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സിനാൽ, നിങ്ങളുടെ കൂടെയുള്ള ഫ്രണ്ട്സ് അല്ലെങ്കിൽ കൂടെ പഠിച്ച ക്ലാസ്മേറ്റ്സിനാൽ അല്ലെങ്കിൽ സ്കൂളിനാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ ഒരു ഡിവിനിറ്റീനെ ഓണർ ചെയ്യാൻ പറ്റാതെ നിങ്ങളെ മിസ്ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ബുള്ളി ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇന്ന് അവർക്ക് വേണ്ടി ലൈക്ക് അവർ നിങ്ങളോട് പറയുന്ന പോലെ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ചൊക്കെ ലൈക്ക് വി ആർ റിയലി സോറി. യു ആർ വർതി ഓഫ്, യു ഡിസേർവ് ടു ബി ലവ്ഡ്. നിങ്ങൾ ലവ് ഡിസേർവ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ അക്സെപ്റ്റൻസ് ഡിസേർവ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ലൈഫിലെ ഹാപ്പിനെസ് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അല്ല നിങ്ങളുടെ പേരൻസ് നിങ്ങളോട് അങ്ങനെ അല്ല, നീ ഒന്നിനും കൊള്ളൂല, നിന്നെ കണ്ട അന്ന് മുതൽ എനിക്ക് പൈസ വന്നിട്ടില്ല, അങ്ങനത്തെ പേരൻസൊക്കെ പറയാറില്ലേ, അതൊക്കെ നുണയാണ്. മനസ്സിലായില്ലേ? നിങ്ങളുടെ ഡിവൈൻ എനർജി വളരെ ബ്യൂട്ടിഫുള്ളാണ്. ഈ ഭൂമിക്ക് നിങ്ങളെ വേണം, ഭഗവാന് നിങ്ങളെ വേണം. നിങ്ങളിലൂടെ ഭഗവാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. സോ പ്ലീസ് ഡോണ്ട് ഗിവ് അപ്പ്. നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യരുത്. യു ആർ മെൻറ്റ് ടു ബി ലവ്ഡ്. നിങ്ങൾ പ്രണയം അല്ലെങ്കിൽ സ്നേഹം അർഹിക്കുന്നുണ്ട്. നിങ്ങൾ സ്നേഹിക്കപ്പെടാനും അർഹിക്കുന്നത് കൊണ്ടാണ് ഭഗവാൻ നിങ്ങളെ സ്നേഹിക്കാൻ, നിങ്ങളെ പരിപാലിക്കാൻ, നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാൻ, നിങ്ങളെ യാഥാർത്ഥ്യം കാണിച്ചു തരാൻ നിങ്ങളുടെ പ്രണയമായി നിങ്ങളുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്തത് ആസ് യുവർ ട്രൂ ട്വിൻ ഫ്ലെയിം. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യരുത്. നിങ്ങൾക്ക് ചുറ്റും എത്ര പേർക്ക് ട്വിൻ ഫ്ലെയിം ജേർണിനെ പറ്റി അറിയാം. സോ നിങ്ങൾ ദ ലക്കിയസ്റ്റ് ആൾക്കാരാണ് ഈ ഭൂമിയിൽ. സോ ഭഗവാൻ നിങ്ങളെ പ്രണയിക്കാൻ അവതരിച്ചതാണ് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിൻ്റെ രൂപത്തിൽ. ഭഗവാൻ അവരുടെ ലൈഫിൽ അവരെ സ്നേഹിക്കാനും പരിപാലിക്കാനാണ് നിങ്ങളെ അവരുടെ ട്വിൻ ഫ്ലെയിമായിട്ട് ഈ ഭൂമിയിൽ നിങ്ങൾ ജനിച്ചത്. സോ പ്ലീസ് എനിക്ക് പറയാനുള്ളത്, അവനവനെ സ്നേഹിക്കുക, പരിപാലിക്കുക, അക്സെപ്റ്റ് ചെയ്യുക. ഈ ലോകം നമ്മുടെ കുറ്റങ്ങൾ പറഞ്ഞു തരാൻ ഒരുപാട് പേരുണ്ട്. പക്ഷെ നമ്മുടെ നന്മകൾ, നമ്മുടെ ചെറിയ ഓർമ്മപ്പെടുത്തുകൾ അത് നിങ്ങൾക്ക് വേണ്ടി കൊടുക്കണം. വളരെ പാടാണ് അവനവൻ്റെ ഇമോഷനിലൊപ്പം ഇരിക്കാൻ, വളരെ പാടാണ്. ചില സമയത്ത് നമുക്ക് ചില ഇമോഷൻ അത്രയും വലുതാകുമ്പോൾ നമുക്കത് ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല, ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ നിങ്ങളുടെ ആ ഇമോഷൻ്റെ കൂടെ ഇരിക്കണം. ബിക്കോസ് ആ ഇമോഷനൊക്കെ നിങ്ങൾ ഹീൽ ചെയ്ത് റിലീസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നിങ്ങളെന്ന യാഥാർത്ഥ്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കൂ. നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഭഗവാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ജേർണി തന്നത്. ഇറ്റ്സ് എ സ്പിരിച്വൽ ജേർണി, ഇറ്റ്സ് എ ഡിവൈൻ ജേർണി. നിങ്ങൾ അർഹിക്കുന്നത് കൊണ്ടാണ്. സോ പ്ലീസ് ഗിവ് അപ്പ് ചെയ്യരുത്. നിങ്ങളുടെ യൂണിയൻ്റെ
പവർ, നിങ്ങളുടെ യൂണിയൻ്റെ ചോയ്സ്, നിങ്ങളുടെ യൂണിയൻ്റെ ആ ഒരു എന്താ പറയുക കടിഞ്ഞാണ് നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ എത്തുക തന്നെ ചെയ്യും. കാരണം ഭഗവാൻ അതിനാണ് ഇവിടെ കുടികൊള്ളുന്നത്, നിങ്ങളെ സ്നേഹിക്കാൻ, നിങ്ങളെ പരിപാലിക്കാൻ. കാരണം നിങ്ങളുടെ അസ്തിത്വം എന്താണ് കാണിച്ചു തരുവാണ് അദ്ദേഹം നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിലൂടെ. സോ നിങ്ങൾ ആരാണെന്ന സത്യം മനസ്സിലാക്കുക. എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അതിനാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങളോടൊപ്പം നിങ്ങൾ സമയം ചെലവഴിക്കണം. ഒരു 24 മണിക്കൂർ എന്ന ഒരു ടൈം ഉണ്ടെങ്കിൽ അതിനു വേണ്ടി 1 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കണം. മനസ്സിലായില്ലേ? നിങ്ങളുടെ ഇമോഷൻ എങ്ങനെയാണ്? രാവിലെ എണീച്ചാൽ നോക്കണം, ഞാൻ എന്താണ് ഫീൽ ചെയ്യുന്നത്, എൻ്റെ ബോഡി എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഹാപ്പിനെസ് ആണെങ്കിൽ ഈശ്വരനോട് നന്ദി പറയുക. ഇനി എന്തെങ്കിലും വിഷമം അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ, സങ്കടം അല്ലെങ്കിൽ ദേഷ്യമാണെങ്കിൽ അലൗ യുവർ സെൽഫ് ടു ഫീൽ. ആ സങ്കടത്തെ ഫീൽ ചെയ്യാൻ നിങ്ങൾ അനുവദിക്കുക. ആ ഒരു ഫ്രസ്ട്രേഷനെ നിങ്ങളുടെ ബോഡി ഫീൽ ചെയ്യാൻ അനുവദിക്കുക. കാരണം വർഷങ്ങളോളം നമ്മൾ ഫീൽ ചെയ്യാതെ, എക്സ്പ്രസ് ചെയ്യാതെ നമ്മുടെ ഉള്ളിൽ തലം കെട്ടി കിടക്കുന്ന ഒരുപാട് ഇമോഷൻസ് ഉണ്ട്. ഇത് പൊട്ടി ഒഴുകാൻ അല്ലെങ്കിൽ പൊട്ടി ഒഴുകാൻ അത് റെഡിയായിരിക്കുകയാണ്. സോ ആ ഒരു പ്രോസസ്സും കൂടെയാണ് ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോളിലൂടെ നിങ്ങൾ ഹീൽ ചെയ്യുന്നത്. സോ പ്ലീസ് നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യരുത്. യെസ്, ഈ ഒരു ടൈം ഓഫ് പീരീഡ് ചിലപ്പോൾ വളരെ ഹാർഡായിരിക്കും. നമുക്ക് മനസ്സിലാക്കി കൊടുക്കാനും നമുക്ക് പ്രൂഫ് കൊടുക്കാനും ഒന്നും കാണത്തില്ല. പക്ഷേ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഓരോ കാര്യം സത്യമാണ്. നിങ്ങൾ ഫീൽ ചെയ്യുന്ന ഓരോ കാര്യം യാഥാർത്ഥ്യമാണ്. നിങ്ങളുടെ സത്യത്തെ മുറുക്കെ പിടിക്കാം. ബിക്കോസ് അത് ഈശ്വരൻ നിങ്ങൾക്ക് വേണ്ടി എഴുതി വെച്ചിട്ടുള്ളതാണ്. ആൻഡ് നെവർ എവർ ഗിവ് അപ്പ് ഓൺ യുവർ സെൽഫ്. ബിക്കോസ് ഈശ്വരൻ അത്രമാത്രമാണ് നിങ്ങളെ പ്രണയിക്കുന്നത്, അത്രമാത്രമാണ് നിങ്ങളെ സ്നേഹിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ജേർണി തന്നത്. ആൻഡ് നിങ്ങളുടെ പൂർവികർ, നിങ്ങൾക്ക് ചുറ്റുമുള്ള നിങ്ങളുടെ പേരൻസ് എല്ലാവരും നിങ്ങളെ ട്രിഗർ ചെയ്ത് നിങ്ങളെ ആ സത്യത്തിലേക്ക് കൊണ്ടുവരികയാണ്. സോ അവരോട് നമുക്കുള്ളിൻ്റെ ഉള്ളിലൊരു നന്ദി, താങ്ക് യു. എനിക്ക് കാരണം നമ്മുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കി തന്നില്ലേ. കാരണം ഇത്രയും നിങ്ങളോട് ലോകം മോശമായി പെരുമാറിയിട്ടും നിങ്ങളുടെ സത്യസന്ധതയ്ക്കും നിങ്ങളുള്ളിലെ മാഹാത്മ്യത്തിനും നിങ്ങളുള്ള കരുണയ്ക്കും നിങ്ങളുള്ള ദിവ്യത്വത്തിനും നിങ്ങളുള്ള സ്നേഹത്തിനും ഒന്നും തന്നെ മാറ്റം വന്നിട്ടില്ല. സോ നിങ്ങൾ അത്രമാത്രം പ്രൊട്ടക്റ്റഡ് ആണ്. നിങ്ങൾ അത്രമാത്രം ഈശ്വരന് വേണ്ടപ്പെട്ടതാണ്. അത് ഞാൻ നിങ്ങളെ വീണ്ടും ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ശ്രമിക്കുന്നത്. എൻ്റെ ഒരു എളിയ ശ്രമം മാത്രമാണ്. പ്ലീസ് ഡോണ്ട് ഗിവ് അപ്പ് ഓൺ യുവർ സെൽഫ്. സെൽഫ് ലവ് ഈസ് ദ കീ. യു ആർ ദ കീ ടു യുവർ ഹാർമോണിയസ് ട്വിൻ ഫ്ലെയിം യൂണിയൻ. നിങ്ങളോടൊപ്പം ഇരിക്കുക ആൻഡ് അലോ യുവർ സെൽഫ് ടു ഫീൽ ഓൾ ദ ഫീലിങ്സ്. ഓക്കെ, സോ ഹോപ്പ് നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ കണക്ട് ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ പേഴ്സണൽ സ്ട്രഗിളിലൂടെ കടന്നു പോവുകയാണ്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്ട്രഗിൾ, ട്വിൻ ഫ്ലെയിം ജേർണിയിലുള്ള എന്ത് ചെയ്യണമെന്ന് മനസ്സിലാകുന്നില്ല, അങ്ങനെ ഒരു ഡൗട്ടിലാണ് എങ്കിൽ നിങ്ങൾക്ക് ഗൈഡൻസ് വേണമെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ. പേഴ്സണൽ സെക്ഷൻസ് ഉണ്ട് ആൻഡ് വോയിസ് മെസ്സേജിലും റീഡിങ് അവൈലബിൾ ആണ്. സോ ഓക്കെ, സോ എല്ലാം പെയ്ഡ് സെഷൻസ് ആണ്. മനസ്സിലായില്ലേ? ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ലവ് ആൻഡ് സപ്പോർട്ട്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ, ബൈ, ടേക്ക് കെയർ.